بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد. നമ്മൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിച്ച ചരിത്രമാണ് വിശദീകരിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ ജീവിച്ച കാലത്ത്, സ്വഹാബികളുടെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത് ഒക്കെ ഹദീസ് ക്രോഡീകരണം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്രോഡീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിഖിത രൂപത്തിൽ ഏടുകളിൽ ഉള്ള ക്രോഡീകരണം. അതില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ എന്ത് ചെയ്തിട്ട് ജനമനസ്സുകളിൽ അത് ക്രോഡീകൃതമാണ്. അതേസമയം എഴുതി തന്നെ ഇത് രേഖപ്പെടുത്തിയിരുന്നു എന്നതിൻ്റെ ചരിത്രമാണ് ഇവിടെ വിശദീകരിച്ചത്. അതിൽ 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ ആ വിഷയങ്ങൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചു. 3-ാം നൂറ്റാണ്ടിൽ ഹദീസ് രചനാ രൂപത്തിൽ ക്രോഡീകരണത്തിൽ അതിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആ സുവർണ കാലഘട്ടത്തിൽ ഹദീസുകൾ ക്രോഡീകരിച്ചത് ഒന്ന് മുസ്നദുകളിൽ, 2 സഹീഹുകളിലും സുനനുകളിലും, മൂന്നാമത്തേത് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന പേരിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ക്രോഡീകരണം. ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഖ്തിലാഫുൽ ഹദീസ്, യഹ്യ ഇബ്നു മഈൻ്റെ ഇഖ്തിലാഫുൽ ഹദീസ്, ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ആ രചനകളിലൂടെ ക്രോഡീകരിച്ചത് നമ്മൾ അത് വിശദീകരിച്ചില്ല, ഒരു ഭാഗം വിശദീകരിച്ചില്ല. നമ്മളിപ്പോൾ മുസ്നദുകളിൽ ഹദീസ് ക്രോഡീകരണം പറഞ്ഞു. പിന്നെ സഹീഹുകളിൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അതിൽ ഹദീസ് ക്രോഡീകരണം ഇവിടെ പറഞ്ഞു. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ബ്രീഫായിട്ട് വളരെ ചുരുക്കി സുനനുകളിലെ ഹദീസ് ക്രോഡീകരണം. ഇത് 3-ാം നൂറ്റാണ്ടിൽ സുനനുകൾ ഇനിയും വരുന്നുണ്ട്. അതേപോലെ സഹീഹുകൾ ഇനിയും വരുന്നുണ്ട്. സഹീഹ് ഇബ്നു ഖുസൈമ, സഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇനി അതേപോലെ സുനൻ ദാറഖുത്നി, ഇനി സുനനുകൾ വരുന്നുണ്ട്. വേറെ കുറേ സുനനുകളുണ്ട്. അതൊക്കെ 4-ാം നൂറ്റാണ്ടിലാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തു ദുഖാൻ ഇവിടെ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് ഒന്നുകൂടി മറ്റൊരു രീതിയിൽ ഇൻഷാ അല്ലാഹ് തുടർന്ന് വിശദീകരിക്കാം. 4-ാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടുള്ള ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ചരിത്രം ഇന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗമാണ്. അതായത് സഹീഹുകളിലും സുനനുകളിലും ഹദീസുകൾ ക്രോഡീകരിച്ചത് 3-ാം നൂറ്റാണ്ടിൽ. ഞാൻ പറഞ്ഞു 3-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഹദീസിൻ്റെ വിഷയത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ നമുക്കറിയാം. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള, ഇമാം ബുഖാരിയെ പോലുള്ള, ഇമാം മുസ്ലിമിനെ പോലുള്ള, അലി ഇബ്നുൽ മദീനിയെ പോലുള്ള, അബൂ ഹാത്തിമുർ റാസിയെ പോലുള്ള, അബൂ സുറ റാസിയെ പോലുള്ള, അതേപോലെ തന്നെ ദാരിമിമാരെ പോലുള്ള കുറേ, മുഹമ്മദ് ബിൻ ഉസ്മാൻ ദാരിമി പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ച ഒരു കാലഘട്ടമാണിത്. 3-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി തങ്ങളുടെ നാടും വീടും വിട്ട് യാത്ര ചെയ്ത് ഇറാഖിലേക്ക്, അതേപോലെ ഹിജാസിലേക്ക്, ഈജിപ്തിലേക്ക്, ഇങ്ങനെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ ജീവിച്ച തറവാട്ടുകളിലേക്ക് പണ്ഡിതന്മാർ യാത്ര ചെയ്യുകയും അവരിൽ നിന്ന് ഹദീസുകൾ എടുത്ത് അത് ക്രോഡീകരിച്ച് പിൽക്കാലത്തേക്ക് സമർപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണത്. മനസ്സിലായി? അതിൽ ഹദീസ് ക്രോഡീകരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ക്രോഡീകരണമാണ് ഈ കുത്തുബുസ്സിത്ത എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, പിന്നെ 4 സുനനുകൾ, അബൂദാവൂദിൻ്റെ സുനൻ, പിന്നെ ഇമാം നസായിയുടെ സുനൻ,
ഇമാം തുർമുദിയുടെ സുനൻ, ഇമാം ഇബ്നു മാജയുടെ സുനൻ. മനസ്സിലായില്ലേ? ഈ രചനകൾ അതിൽ ഏറ്റവും ശ്രദ്ധയാണ് ഇമാം അൽ മിസ്സി, അബുൽ ഹജ്ജാജ് അൽ മിസ്സി പറയുന്നുണ്ട്, പർവ്വത സമാനമായ അല്ലെങ്കിൽ സാഗര സമാനമായ വിജ്ഞാനമുള്ള പണ്ഡിതന്മാരാൽ ഹദീസ് ക്രോഡീകരിച്ചു ഈ കുത്തുബ് സിത്തയിലൂടെ എന്നുള്ളത്, ഈ 6 ഗ്രന്ഥങ്ങളിലൂടെ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾക്ക് അതിൻ്റെ ആ സ്വീകാര്യത, അവരുടെ ആ ആത്മാർത്ഥമായ സേവനവും മനസ്ഥിതിയും ഈ ഹദീസ് ക്രോഡീകരിക്കുന്ന വിഷയത്തിലുള്ളത് കൊണ്ട് ഇന്ന് ലോകത്ത് കുത്തുബ് സിത്ത എന്ന് പറഞ്ഞാൽ എന്താ, 6 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ സഹീഹൈനി സുനനുൽ അർബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ എന്താണ്, ഇന്നും ആളുകൾ പ്രസിദ്ധമാണ്. അതുകൊണ്ട് പ്രത്യേകം ഇതിന് എന്തുണ്ട്, ഈ ഗ്രന്ഥങ്ങൾക്കൊരു ഒരു സ്ഥാനമുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ, ഇസ്ലാമിലൊരു സ്ഥാനമുണ്ട്. സഹീഹുൽ ബുഖാരി നമ്മൾ പറഞ്ഞു, സഹീഹ് മുസ്ലിം നമ്മൾ പറഞ്ഞു. ചുരുക്കിയാണ് ഞാനിവിടെ ഏതാനും കാര്യങ്ങൾ ഈ 4 ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നത്. ഒന്നാമത്തേത് ഇമാം അബൂദാവൂദിൻ്റെ സുനൻ. സുനൻ അൽ ഇമാം അബീദാവൂദ്. ഇമാം അബൂദാവൂദിൻ്റെ പേര് ഇതാണ്, അബൂദാവൂദ് സുലൈമാൻ ബിൻ അൽ അഷ്അസ് അൽ അസ്ദി സിജിസ്ഥാനി. അബൂദാവൂദ് അസ്ദ് ഗോത്രത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അസ്ദ് ഗോത്രം യമനിൽ അറിയപ്പെട്ട ഗോത്രമാണ്. യമനിൽ കഹ്താൻ കുടുംബത്തിൽ അറിയപ്പെട്ട ഗോത്രമാണിത്, ഈ അസ്ദ്. പിന്നീട് അവിടുന്ന് അസ്ദ് ഗോത്രം പാരായണം ചെയ്ത് അവർ താമസം പിൽക്കാലത്ത് എവിടെയായി, സിജിസ്ഥാൻ. അവിടെ സിജിസ്ഥാൻ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്, ഇറാനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സിജിസ്ഥാൻ. ഇന്ന് സീസ്ഥാൻ എന്ന പേരിലും അതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇമാം അബൂദാവൂദിൻ്റെ ജന്മനാട് അതാണ്, സിജിസ്ഥാൻ. ഹിജ്റയുടെ 202 അദ്ദേഹം ജനിച്ചത്. 275 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ആ കാലഘട്ടം നോക്കും നിങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഇമാം ബുഖാരി മരണപ്പെട്ടതെന്ന 256 ഇമാം മുസ്ലിം മരണപ്പെട്ടത് 261 അല്ലേ? അപ്പോൾ ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ ഇവിടെ ജീവിച്ച നാളിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. അയ്യായിരത്തി 274 ഹദീസുകൾ എവിടെ ഉണ്ട്? സുനൻ അബീദാവൂദിലുണ്ട്. 5274 ഹദീസുകൾ. 35 കിതാബുകളിൽ, കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ശീർഷകങ്ങൾ, അതിൽ 1871 ബാബുകൾ. അങ്ങനെയാണ് സുനൻ അബീദാവൂദിൻ്റെ ക്രോഡീകരണം. അതിൽ ഇമാം അബൂദാവൂദ് തന്നെ പറയാണ്, ദക്കർതു ഫീഹി സഹീഹായ ഹദീസുകളുണ്ട്. വമാ യുശാബിഹുഹു വയുഖാരിബുഹു, സഹീഹിനോട് അടുത്ത ദർജയിൽ, ഹസൻ എന്നൊക്കെ പറയുന്ന ദർജയിൽ ഉള്ള ഹദീസുകളുണ്ട്. വമാ കാന ഫീഹി വഹ്നുൻ ഷദീദുൻ ബയ്യൻതുഹു, പറ്റ ദുർബലമായ ഹദീസുകളെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം അബൂദാവൂദിൻ്റെ പ്രത്യേകതയാണ്, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറ്റ ദുർബലമാണ് എന്നുള്ളത് ഇമാം അബൂദാവൂദിൻ്റെയും അതിൻ്റെ ആ ഹദീസിനോട് ചേർത്ത് അദ്ദേഹം എഴുതും, ഈ ഹദീസ് ദുർബലമാണ് എന്നുള്ളത്. വമല്ലം അദ്കുറു ഫീഹി ഷൈഅൻ, ഇമാം അബൂദാവൂദ് ചില ഹദീസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല, സഹീഹാണെന്നോ ദഈഫാണെന്നോ പറയില്ല, അങ്ങനെ വിടും. അത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയമാണ്. അതായത് ഇമാം അബൂദാവൂദ് മൗനം ഭജിച്ച ഹദീസുകൾ അത് ഏത് ഗണത്തിൽപ്പെടും? ഇമാം അബൂദാവൂദ് പറയാണ്, വമല്ലം അദ്കുറു ഫീഹി ഷൈഅൻ ഫഹുവ സാലിഹുൻ, ആ ഹദീസ് തെളിവിന് യോഗ്യമായിട്ടുള്ള ഹദീസാണ്. വബഅദുഹാ അസഹ്ഹു മിൻ ബഅദ്, ഞാൻ സഹീഹ് എന്നോ ദഈഫ് എന്നോ പറയാതെ വിട്ട ഹദീസുകൾ അത് തെളിവിന് യോഗ്യമാണ്, സാലിഹാണ്, പക്ഷേ ചിലതിനേക്കാൾ ബലപ്പെട്ടതാണ്. ഇതാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷേ. ഞാനത് എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ സഹീഹ് അബൂദാവൂദിൽ മുഴുവൻ സഹീഹാണെന്ന് ആർക്ക് തന്നെ അഭിപ്രായമല്ല, അബൂദാവൂദിന് അഭിപ്രായമല്ല. പക്ഷേ അദ്ദേഹം ഹദീസുകളെ ക്രോഡീകരിച്ചു, ഹദീസുകൾക്ക് അദ്ദേഹം വിധി എഴുതി, സഹീഹാണോ സഹീഹിനോട് അടുത്തതാണോ എന്നൊക്കെ. ചിലതിനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മൗനം ഭജിച്ചിട്ടുള്ളത്. അത് മൂപ്പര് പറഞ്ഞത് അത്തരം ഹദീസുകളുടെ അവസ്ഥ സാലിഹാണ്, തെളിവിന് യോഗ്യമാണ്, ചിലതിനേക്കാൾ പ്രബലമാണ് എന്ന് പറഞ്ഞു. അതാണ് അമാനത്ത്. അതായത് താനൊരു ഗ്രന്ഥം എഴുതിയിട്ട്
അതാണ് വിട്ടേച്ച് പോകല ഇമാംമാർ ചെയ്യണത്. പിന്നെയോ അവർ അവരുടേതായിട്ടുള്ള അമാനത്ത് നിർവഹിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിൽക്കാല പണ്ഡിതന്മാരെക്കുറിച്ച് ഇപ്പോൾ സുനൻ അബൂദാവൂദ് വായിക്കുമ്പോൾ അതിൽ സഹീഹായ എന്ന് ഇമാം അബൂദാവൂദ് വിധിച്ചത് ഏത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഇമാം അബൂദാവൂദ് വിധിച്ചതൊക്കെയും എന്താണ്, ആ വിധി സഹിയാണ് എന്നുള്ള അർത്ഥമല്ല. പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർക്ക് ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പിന്നെ നിരൂപണ വിധേയമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം മിസ്മാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസ്. അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മൗല നാഫിഇനോടൊപ്പം പോകുമ്പോൾ മിസ്മാർ കേട്ട്, മിസ്മാർ എന്ന് പറഞ്ഞാൽ എന്താ, പുല്ലാങ്കുഴൽ വിളി കേട്ട്. അപ്പോൾ ഇബ്നു ഉമർ വേഗം കാതിൽ വിരൽ തിരികി. നാഫി ചെറിയ കുട്ടിയാണ്. ഇബ്നു ഉമർ വിരൽ ചെവി തിരികിയിട്ട് പാഞ്ഞ് എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് നാഫിനോട് വിളിച്ചു ചോദിച്ചു, ആ ശബ്ദം നിലച്ചോ എന്ന് ചോദിച്ചു. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞ്, ഞാൻ ഈ പ്രകാരം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുല്ലാങ്കുഴൽ വിളി കേട്ടപ്പോൾ, മിസ്മാർ കേട്ടപ്പോൾ ചെയ്തിട്ടുണ്ടാണ്, റസൂൽ അവിടുന്ന് ഓടി അകന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നാഫി അന്ന് കുട്ടിയാണ്. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് കൊടുത്തിട്ട് അബൂദാവൂദിന് അതിൻ്റെ വിധി എന്താണ്? അബൂദാവൂദിൻ്റെ ശിഷ്യൻ അബു അലി അൽ-ലുലൂയി പറയാണ്, പിന്നെ ഈ ഹദീസ് മുൻകറാണ്. ഇമാം അബൂദാവൂദിൻ്റെ വിധി അത് മുൻകറാണ്. യഥാർത്ഥത്തിൽ ആ ഹദീസ് മുൻകറല്ല. മുൻകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവിന് യോഗ്യമല്ല, മുൻകറല്ല. എന്തുകൊണ്ട്? ആ ഹദീസിനെ പഠനം നടത്തിയ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് തെളിവിന് യോഗ്യമാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇബ്നു റജബുൽ ഹംബലി പിന്നെ പൂർവ്വകാലത്ത് ജീവിച്ച പണ്ഡിതനാണ്. പൂർവ്വകാലത്ത് പറഞ്ഞാൽ ഇമാം അബൂദാവൂദിൻ്റെ കാലത്തോടൊന്നല്ല, അതിൽ നിന്ന് വിട്ട് ജീവിച്ച പണ്ഡിതനാണ് ഇബ്നു റജബുൽ ഹംബലി. ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതൻ. അലാകുല്ലിൻ ഇപ്പം ഇബ്നു അബൂദാവൂദ് വിധിച്ച വിധിയല്ല ആർക്ക് വന്നത്, പഠനത്തിൽ ഇബ്നു റജബുൽ ഹംബലിക്ക് വന്നത്. അതേ വിധി തന്നെയാണ് ഷെയ്ഖ് അൽബാനി ആധുനികൻ റഹ്മത്തുള്ളാഹി അലൈഹി വിധിച്ചത്. അബൂദാവൂദ് മുൻകറാണെന്ന് വിധിച്ചത് എന്ത് ചെയ്തു, ഇമാം അബൂദാവൂദ് അൽബാനി അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഇബ്നു റജബിനെ പോലെ അത് സഹീഹാണ് എന്ന് വിധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ഇമാമുമാർ അവരുടെ അമാനത്ത് നിർവഹിച്ചത്, അവരുടെ ഹദീസുകൾ ക്രോഡീകരിച്ചു, അവർ പഠനം നടത്തി അതിൻ്റെ വിധി പറഞ്ഞു. വിധി എന്തെന്ന് ബോധ്യപ്പെടാത്തത് അല്ലെങ്കിൽ ദുർബലമാണെന്ന് അവർ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് ബോധ്യപ്പെട്ടത് അതവർ പറഞ്ഞു മനസ്സിലായി. അങ്ങനെയാണ് രചന വന്നത്. ഇമാം അബൂദാവൂദിൻ്റെ സുനന് പ്രത്യേകിച്ചു. ഇമാം അബൂദാവൂദ് പറയാണ്, കതബ്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 500,000 ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ 5 ലക്ഷം ഹദീസുകൾ എഴുതി. ഇൻ തഖബ്തു മാ ضمنته وجمعت في كتابي هذا 4,000 ഹദീസ്. ആ 5 ലക്ഷത്തിൽ നിന്ന് ഈ കിതാബ് എന്ന് പറഞ്ഞാൽ സുനൻ അബീദാവൂദ്, സുനൻ കിതാബ് അസുനൻ ഉൾക്കൊണ്ട 4,000 ഹദീസുകൾ അല്ല 4,800 ഹദീസ് സഹീഹായത്. അതേപോലെ വമാ യുഷാബിഹു വ യുഖാരിബുഹു, സഹീഹിനോട് അടുത്ത ദറജ നിലനിർത്തുന്ന ഹദീസുകൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചു. അബൂദാവൂദ് പറയാണ് 5 ലക്ഷം ഹദീസുകൾ ഞാൻ എഴുതി. 5 ലക്ഷം ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഹദീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു സഹാബികളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ, തിരുചര്യകൾ, അംഗീകാരങ്ങൾ, അതൊക്കെ ഹദീസുകളാണ്. പിന്നെ സഹാബികളുടെ വാക്കുകളും താബീങ്ങളുടെ വാക്കുകളൊക്കെ എന്തായിട്ടായിരുന്നു, ഹദീസുകളായിട്ട് തന്നെയായിരുന്നു എന്ത് ചെയ്യുന്നത്, എണ്ണിയിരുന്നത്. 5 ലക്ഷം ഹദീസുകൾ ഇമാം അബൂദാവൂദ് എഴുതിയതിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് എന്ത്, സുനനിലെ ഈ ഹദീസുകൾ. അത് ഇമാം അബൂദാവൂദ് പറയാണ്. അത് 4,800 സഹീഹായ ഹദീസുകളും പിന്നെ സഹീഹിനോടടുത്ത ഇതര ഹദീസുകളും. പിൽക്കാലത്ത് സുനൻ അബീദാവൂദിനെ പക്ഷവായന നടത്തി അതിനെ ഹദീസുകളെ കൃത്യമായി എണ്ണിയിട്ട് ഉള്ള എണ്ണാണ് ഞാൻ പറഞ്ഞത് 5274 ഹദീസുകൾ. ഹദീസുകൾ എണ്ണുന്നതിൽ ഓരോ പണ്ഡിതന്മാർക്കും ഓരോ രീതി ഉണ്ടാവും, മനസ്സിലല്ലേ. ചിലർ പിന്നെ ചില അനുബന്ധ റിപ്പോർട്ടുകളൊന്നും ആദ്യത്തെ ഹദീസിൽ ചേർത്തെണ്ണും. അതുകൊണ്ട് അവരുടെ എണ്ണത്തിൽ എന്തായിരിക്കും, കുറവായിരിക്കും. ഈ അനുബന്ധ റിപ്പോർട്ടുകളെ വേർതിരിച്ചെണ്ണുന്നവരുടെ എണ്ണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതിൻ്റെ അർത്ഥം ഇത് പിന്നെ യഥാർത്ഥ എണ്ണല്ല എന്നുള്ളതല്ല. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ 4,800 സഹീഹായ ഹദീസുകളോ അതിനടുത്ത വിധി നൽകപ്പെടുന്ന ഹദീസുകളുണ്ടല്ലോ, അതിൽ നിന്ന് വയക്ഫി ഇൻസാനു ലിദീനിഹി മിൻ ദാലിക 4 അഹാദീസ്. ഒരു മനുഷ്യന് തൻ്റെ ദീന് കാക്കാൻ ഈ പറയപ്പെട്ട ഹദീസുകളിൽ എത്ര മതി, 4 ഹദീസ് മതി. അത് ഇമാം അബൂദാവൂദിൻ്റെ അറിവാണ്, ജ്ഞാനം അളക്കാനാണ് ഞാനത് എഴുതിയത്, മനസ്സിലാക്കാൻ. അതായത്
ഈ ഞാൻ കൊടുത്ത 4800 ഹദീസുകളുണ്ടല്ലോ, അതിൽ നിന്ന് 4 ഹദീസ് മതി ഒരു മനുഷ്യൻ്റെ ദീന് സംരക്ഷിക്കാൻ, ഒരു മനുഷ്യൻ്റെ ദീന് അനുസരിച്ച് ജീവിക്കാൻ. ഒന്ന് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസാണ്. 2 മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനി എന്ന ഹദീസാണ്. 3 ലാ യകൂനുൽ മുഅ്മിനു മുഅ്മിനൻ ഹത്താ യർളാ ലി അഖീഹി മാ യർളാഹു ലി നഫ്സിഹി എന്ന ഹദീസാണ്. 4-ാമത്തേത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ ബൈനഹും വ ബൈന ദാലിക മുസ്തബഹാത്ത് എന്ന ഹദീസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താ, ഒരു മനുഷ്യന് ദീന് കാക്കാൻ ഈ 4 ഹദീസ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇന്നമൽ അമാലു ബിന്നിയാത്ത് അഖീദൻ്റെ വിഷയങ്ങളാണ്. മനസ്സിലായില്ലേ? കർമ്മങ്ങൾ നിയ്യത്തിനനുസരിച്ചാണെന്ന് അറിയിക്കുന്ന ഹദീസ്. അതാണ് ദീനിൻ്റെ 3-ൽ 2 എന്ന് വിധിയുള്ള ഹദീസ്. പിന്നെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനി, ഒരു മനുഷ്യൻ്റെ ദീനിൻ്റെ മേന്മയിൽപ്പെട്ടതാണ് തന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ അയാൾ ഒഴിവാക്കുക എന്നുള്ളത്. 3-ാമത്തേത് ലാ യകൂനുൽ മുഅ്മിനു മുഅ്മിനൻ ഹത്താ യർളാ ലി അഖീഹി മാ യർളാ ലി നഫ്സിഹി. ഒരാൾ മുഅ്മിനാകൂല സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ തനിക്കും ഇഷ്ടപ്പെടുന്നത് വരെ. സ്വഭാവ സംബന്ധമായ വിഷയങ്ങളുടെ അടിസ്ഥാനമാണത്. പിന്നെ 4-ാമത്തെ ഹദീസ് അൽ ഹലാലു ബയ്യിനും അൽ ഹറാം ബയ്യിനും ബൈന ദാലിക മുസ്തബഹാത്ത്. ഹലാൽ എന്തെന്ന് വ്യക്തമാണ്, ഹറാം എന്താണ് വ്യക്തമാണ്. അതിനിടയിൽ ചിലത് സംശയാസ്പദമായിട്ടുള്ള കാര്യമുണ്ട്, അതിനെ വിടാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഇത് അഹ്കാമുകളാണ്, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാണ്. അപ്പോൾ കർമ്മശാസ്ത്ര വിഷയങ്ങളുടെ അടിസ്ഥാനമാണ് ഈ ഹദീസ് 4-ാമത്തേത്. സ്വഭാവപരമായിട്ടുള്ള വിഷയങ്ങളിലെ എന്താണ് പിന്നെ അടിസ്ഥാനമാണ് ഈ 3-ാമത്തെ ഹദീസ്. ഒരു വ്യക്തി അയാളുടെ സ്വയം പരിശുദ്ധി, ആത്മപരിശുദ്ധി, അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് 2-ാമത്തേത്. ഒരു വ്യക്തിയുടെ വിശ്വാസവും ഇബാദത്തും അതിൻ്റെ അടിസ്ഥാനമാണിത് ഈ 1-ാമത്തെ ഹദീസ് ഉണ്ടല്ലോ. ഇതാണ് ഒരു മനുഷ്യൻ്റെ ദീൻ, ഒരു മനുഷ്യൻ്റെ ദീൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദീൻ അയാൾക്ക് കാത്തു സൂക്ഷിക്കുവാൻ ഈ 4 ഹദീസുകൾ മതി എന്നാണ് ഈ ഹദീസുകളെ ക്രോഡീകരിച്ചിട്ട് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയേണ്ടായത്. സുനൻ അബൂ ദാവൂദിനെ ഇസ്ലാമിക ലോകം വളരെ വളരെ ഗൗരവത്തിൽ കയ്യിലെടുത്തൊരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ സുനൻ അബൂ ദാവൂദിന് നമ്മൾ കുറേ ഷറഹുകൾ കാണാം. മാലിമു സുനൻ അബൂ സുലൈമാൻ അൽ ഖത്താബിയുടേതാണ്. ഇമാം നവവി സുനൻ അബൂ ദാവൂദിനെ ഷറഹ് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഖുതുബുദ്ദീൻ അബീബക്കർ ഖുറശി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഷറഹ്, അദ്ദേഹം ഖുറൈശി ആയതുകൊണ്ടല്ല ഈ പേര്, യമനിലെ ഒരു ഗോത്രത്തിന് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്തിഹാ ഉസ്സുനൻ വഖ്തിഫാ ഉസ്സനൻ എന്ന പേരിൽ സുനൻ അബൂ ദാവൂദിന് ഒരു ഷറഹുണ്ട്. ഹാഫിദ് അലാവുദ്ദീൻ മുഗലാത്തയുടെ ഷറഹ്. അതേപോലെ അൽ ഹാഫിദ് അബൂ സുർ അൽ ഇറാഖിയുടെ ഷറഹ് സുനൻ അബൂ ദാവൂദിന്. അതേപോലെ ഇമാം അഹ്മദ് അരിസ്ലാൻ അറമലി അഷാഫിയുടെ ഷറഹ് 11 വാള്യത്തിൽ ബൃഹത്തായ രചനയാണത്. മിർഖാത്ത് സുഊദ് ഇലാ സുനനി അബി ദാവൂദ്, അത് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിയുടെ സുനൻ അബി ദാവൂദിൻ്റെ ഷറഹ്. ഔനുൽ മഅബൂദ് ഷറഹ് സുനനി അബി ദാവൂദ്, അത് ഷെയ്ഖ് അബു തയ്യിബ് ഷംസുൽ ഹഖ് അൽ അദീമുൽ ആബാദിയുടെ ഷറഹ്. ഇത് പ്രസിദ്ധമാണ്, എല്ലാ ലൈബ്രറികളിലും കാണപ്പെടുന്ന ഗ്രന്ഥമാണ്. ബദലുൽ മജ്ഹൂദ് ഫി ഹല്ലി അബി ദാവൂദ്, അത് ഖലീൽ അഹ്മദ് സഹാറൻ ഫൂരിയുടെ രചനയാണ്. 20 ജുസയിൽ ബൃഹത്തായ രചനയാണ് ഈ ബദലുൽ മജ്ഹൂദ്. ഇമാം അബൂ ദാവൂദിൻ്റെ സുനൻ അബൂ ദാവൂദിൻ്റെ ഷറഹാണ്. അതിന് മുഹമ്മദ് സക്കരിയ അൽ കാന്തലവിക്ക് ഒരു അനുബന്ധമുണ്ട് ഈ ബദലുൽ മജ്ഹൂദിന്. മനസ്സിലല്ലേ? അതിനൊരു പേരുണ്ട്, ആ പേര് ഇന്ന് വിട്ടുപോയി. വളരെ ഫലപ്രദമായിട്ടുള്ള അനുബന്ധമാണ് മുഹമ്മദ് സക്കരിയ അൽ കാന്തലവിയുടെ സുനൻ അബി ദാവൂദിൻ്റെ പിന്നെ ഈ ബദൽ മജ്ഹൂദിൻ്റെ അനുബന്ധം. അൽ മൻഹലുൽ അദബ് അൽ മൗറൂദ് മഹ്മൂദ് ബിൻ മുഹമ്മദ് സുബ്കി, പണ്ടത്തെ സുബ്കി അല്ലത്, ആധുനികനാണ് ഈ സുബ്കി. അൽ മൻഹലുൽ അദബ് അൽ മൗറൂദ്, വളരെ വിശാലമായിട്ടുള്ള ഒരു ഷറഹാണിത്. ആധുനികനാണ് ഇദ്ദേഹം. ഏതായാലും ഈ മൻഹലുൽ അദബ് അൽ മൗറൂദ് സുബ്കിയുടേതാണ്. സുബ്കി ഇത് ആധുനികനാണ്. ഫത്ഹുൽ വദൂദ് ഷറഹ് സുനനി അബി ദാവൂദ് എന്ന് പറഞ്ഞിട്ടൊരു ഷറഹുണ്ട്. അതാണ് പിന്നെ ഈ ഇമാം സിന്ദി പിന്നെ ഈ മുഹമ്മദ് അബ്ദുൽ ഹാദി അസിന്ദിയുടെ
സുനൻ നസായിക്ക് ഷറഹ് ഉള്ളതുപോലെ തന്നെ സുനൻ അബീ ദാവൂദിന് ഷറഹുണ്ട്. അതിൻ്റെ പേര് ഫത്ഹുൽ വദൂദ് ഷറഹ് സുനനി അബീ ദാവൂദ്. ഇതൊക്കെയും ഈ സുനൻ അബൂ ദാവൂദിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങളാണ്. അതിന് വേറെയും രചനകളുണ്ട്, വേറെയും റാവിമാരെക്കുറിച്ചും മറ്റൊക്കെയുള്ള പഠനങ്ങൾ വേറെയുണ്ട്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സുനനിന് ഇസ്ലാമിക ലോകം അതിനെ പരിഗണിക്കുകയും അതിനെ മുഖവിലക്ക് എടുക്കുകയും ചെയ്തു എന്നത് മനസ്സിലാക്കാൻ ഒരു ഭാഗമാണ് അതിൻ്റെ ഷറഹുകൾ ഇവിടെ ഉണർത്തിയത് എന്ന് മാത്രം. ഇവരൊക്കെ ഈ ഷറഹ് എഴുതിയ പണ്ഡിതന്മാരൊന്നും ഇത് നിസ്സാരക്കാരല്ല, മനസ്സിലായി, നിസ്സാരക്കാരല്ല. ഇസ്ലാമിക ലോകം വളരെയധികം വിജ്ഞാനം നോക്കി ആദരിച്ചിരുന്ന മഹത്തുക്കളാണ്. എന്നാൽ അവരൊക്കെ വളരെയധികം മുഖവിലക്കെടുത്ത രചനയാണ് ഇമാം അബൂ ദാവൂദിൻ്റെ അസുനൻ. എന്നാൽ അത് ആ ഒരു പവിത്രതയും ആ ഒരു ഗൗരവവും നമ്മളും അത്തരം ഗ്രന്ഥങ്ങൾക്ക് കാണണം എന്നുള്ളത് അറിയിക്കാൻ കൂടിയാണ് ഞാൻ എന്ത് ചെയ്ത ഒരു ഭാഗം ഇവിടെ ഉണർത്തിയത്. മറ്റൊന്ന്, സുനനുകളിൽ ഇമാം അബൂ അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ ഷുഐബ് അൽ ഖുറാസാനി അൻ നസായിയുടെ സുനനാണ്. ഇമാമുൻ നസായി അല്ലെങ്കിൽ ഇമാമുൻ നിസായി. നസായി നമുക്കറിയാം. പിന്നെ സുനനുൻ നസായി, ആദ്യം പേര് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് അബൂ അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ ഷുഐബ് അൽ ഖുറാസാനി അൻ നസായി. ഖുറാസാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണിത് നസ. അതിലേക്ക് ചേർത്താണ് ഇമാം അൻ നസായി. എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളതാണ് നസായിക്ക്. പിന്നെ അത് നസായി ആണോ നിസായി ആണോ? ഖുറാസാൻ എവിടെ? അഫ്ഗാനിലല്ല, ഇന്നത്തെ പിന്നെ ഇറാൻ്റെ പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, ആ ഭാഗത്തായിരിക്കും ഖുറാസാൻ വരിക. ഏതായാലും ഖുറാസാനിലെ ഒരു സ്ഥലമാണ് നസ. അതിലേക്ക് ചേർത്താണ് നസായി. ഇമാം നസായി അവിടെയാണ് ജനിച്ചു വളർന്നത്. മുസ്ലിമീങ്ങൾ ആ നാട് വിജയിച്ചടക്കാൻ പോയ സന്ദർഭത്തിൽ, ഇസ്ലാമിക സൈനിക മുന്നേറ്റം ഉണ്ടായ സന്ദർഭത്തിൽ ചരിത്രത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ആ നാട്ടിൽ നിന്ന് ആണുങ്ങളൊക്കെ ഒളിച്ചോടി. മുസ്ലിം സൈന്യം എത്തിയപ്പോൾ ആണുങ്ങളൊക്കെ ഒളിച്ചോടി. പിന്നെ ആരാ അവിടെ ഉള്ളത്? മുസ്ലിം സൈന്യം എത്തിയപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉള്ളത്, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്ത് ആ നാട്ടിലേക്ക് കയറിയില്ല. അങ്ങനെ ആണുങ്ങൾ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്ത് അവിടെ കയറിയത്. അതുകൊണ്ടാണ് ആ നാടിന് എന്ത് പേര്? നിസ എന്ന പേര് തന്നെ, മനസ്സിലായി. അതാണ് എന്തുകൊണ്ടാണ് ആ നാടിന് നിസ എന്ന പേര് വന്നത് എന്നതിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഏതായാലും ഇമാം അൻ നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഒരു ബൃഹത്തായ രചനയുണ്ട്, കുറേ രചനകളുണ്ട്. അതിലൊന്നാണെന്ത്? സുനനുൻ നസായി. ഇമാം അബൂദാവൂദിനും സുനനല്ലാത്ത ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അബൂദാവൂദിൻ്റെ സുഹദ്, കിതാബു സുഹദ്, അതേപോലെ തന്നെ മസായിലുൽ ഇമാം അഹ്മദ്, മറാസീൽ, അബൂദാവൂദിൻ്റെ മറാസീൽ എന്ന ഗ്രന്ഥം, അതേപോലെ മസായിലുൽ ഇമാം അഹ്മദ് എന്ന ഗ്രന്ഥമൊക്കെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. ഇമാം നസായിയുടെ അസുനൻ. ഇമാം നസായിക്ക് 2 സുനനുണ്ട്. ഒന്ന് അസുനനുൽ കുബ്രയും മറ്റൊന്ന് അസുനനുൽ സുഹറയും. ഇമാം നസായി അസുനനുൽ കുബ്ര ക്രോഡീകരിച്ചു. അങ്ങനെ ഇമാം നസായി തൻ്റെ വൈജ്ഞാനിക യാത്രയിൽ, ഖുറാസാനുകാരനാണല്ലോ, വൈജ്ഞാനിക യാത്രയിൽ അദ്ദേഹം ഈജിപ്തിൽ ചെന്നു. ഈജിപ്തിൽ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് മടങ്ങിയപ്പോൾ ഫലസ്തീനിലെ റമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുത്തെ ഗവർണർ ഇമാം നസായിയോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്ര കണ്ടപ്പോൾ, ഇതിലുള്ള ഹദീസുകളൊക്കെ സഹീഹാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എല്ലാം സഹീഹല്ല എന്ന് പറഞ്ഞു. സുനനുൽ കുബ്ര എല്ലാ ഹദീസും സഹീഹല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റമലയിലെ ഗവർണർ ഇമാം നസായിയോട് പറഞ്ഞു, സഹീഹായത് മാത്രം വേറെടുക്കാൻ പറഞ്ഞു. സഹീഹ അല്ലാത്തതും ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറഞ്ഞു? സഹീഹകൾ മാത്രം വേറെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തു? തൻ്റെ അസുനൻ അൽ കുബ്ര എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ നിന്ന് സഹീ എന്ന് തൻ്റെ പഠനത്തിൽ ബോധ്യപ്പെട്ടത് എന്ത് ചെയ്തു? വേറെടുത്തി ക്രോഡീകരിച്ചു. അതാണ് ഇന്ന് നമ്മൾ സുനനുൻ നസായി എന്ന് പറഞ്ഞെങ്കിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അതിന് അദ്ദേഹം സുനനുൽ കുബ്ര വലുത് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് സുനനുൽ സുഹറയെ മൂപ്പര് ഈ അമീറിൻ്റെ അഭ്യർത്ഥന പ്രകാരം മാറ്റി ക്രോഡീകരിച്ചു.
അതിന് ചരിത്രത്തിൽ പറയപ്പെടുന്ന പേരാണ് ഒന്നുകിൽ അസുനനു സുഗ്ര അല്ലെങ്കിൽ അൽ മുജ്തബ. ഇമാം നസായിയുടെ അൽ മുജ്തബ അല്ലെങ്കിൽ അൽ മുജ്തന, രണ്ട് പേരുണ്ട്. മുജ്തബ എന്നും പേരുണ്ട്, അല്ലെങ്കിൽ മുജ്തന എന്നും മുജ്തബ എന്നും രണ്ട് പേരുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഹാഫിദ് അബ്ദുൽ ഫദൽ ഇറാഖിയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. റമലയിലെ ഗവർണർക്ക് ഈ സുനനുൽ കുബ്ര, വലിയ സുനനുണ്ടല്ലോ അതിനേച്ച്, അത് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇത് മുഴുവൻ സഹീഹാണ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ സഹീഹ് മാത്രം എടുത്തിട്ട് രചന നടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം അൽ മുജ്തബ അല്ലെങ്കിൽ അൽ മുജ്തന എന്ന് പറയുന്ന സുനനു നസായി ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ഇമാം നസായിക്ക് രണ്ട് സുനനുണ്ട്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സുനനിൽ ചോദിക്കും? സുനനുൽ കുബ്രയാണോ അതല്ല സുനൻ അൽ കുബ്രയാണോ മുജ്തബയാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇമാം നസായിയുടെ അൽ മുജ്തബ എന്ന് പറയുന്ന സുനൻ, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഹാദൽ കിതാബ് ഹുവ അഖല്ലു സുനനി ഹദീസൻ ദഈഫൻ. സുനൻ അബൂദാവൂദ്, സുനൻ തുർമുദി, സുനൻ ഇബ്നു മാജ, ഇതിനെ അപേക്ഷിച്ച് ദുർബലമായ ഹദീസ് കുറഞ്ഞ ഗ്രന്ഥം ഏതാണ്? സുനൻ നസായിയാണ്. കാരണം എന്തുകൊണ്ടാ? സുനൽ കുബ്രയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ച് അദ്ദേഹം വേർപ്പെടുത്തി സഹീഹ് തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ രചനയാണ് സുനൻ നസായി. ഇമാം അൻ-നസായി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇമാം ദഹബി പറയാണ്, ലം യകുൻ അഹദുൻ ഫി റഅസി 300 അഹ്ഫദു മിനൻ നസായി. ഇമാം നസായിയോളം 3-ാം നൂറ്റാണ്ടിൻ്റെ തലപ്പത്ത്, 3-ാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ച അദ്ദേഹം 215 ജനിച്ചിട്ട് 303 മരിക്കുന്നത്. അപ്പോൾ 3-ാം നൂറ്റാണ്ടിന് സാക്ഷി, 4-ാം നൂറ്റാണ്ടിന് സാക്ഷിയായ ആളാണ് ആര്? ഇമാം നസായി. അപ്പോൾ ആ 3-ാം നൂറ്റാണ്ടിൻ്റെ തലപ്പത്ത് എന്ന് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, ഇമാം നസായിയോളം ബൈഹാർട്ടുള്ള, ഹദീസിൽ ബൈഹാർട്ടുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നില്ല. ഇമാം ദഹബി പറയുന്നത് വഹുവ അഹ്ദഖു ബിൽ ഹദീസ് വഇലലിഹി വരിജാലിഹി മിൻ മുസ്ലിം വമിൻ അബി ദാവൂദ് വമിൻ അബി ഈസ റഹ്മത്തുള്ളാഹി. ഇമാം അബൂ അബ്ദുറഹ്മാൻ ഉന്നസായി ഹദീസിൻ്റെ വിഷയത്തിൽ, ഹദീസിൻ്റെ ഇല്ലത്തുകളുടെ വിഷയത്തിൽ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരുടെ വിഷയത്തിൽ മുസ്ലിമിനേക്കാൾ, മുസ്ലിം ഇബ്നു ഹജ്ജാജിനേക്കാൾ, അബൂ ദാവൂദിനേക്കാൾ, അബൂ ഈസ തുർമുദിയേക്കാൾ നിപുണനാണ്. അത് ഇമാം നസായിയുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റില്ല ഇമാം ദഹബിയുടെ ഉദ്ധരണിയാണ്. വഹുവ ജാരിൻ ഫി മിദ്മാരിൽ ബുഖാരി വ അബി സുറ. അബൂ സുറ റാസിയുടെയും ഇമാം ബുഖാരിയുടെയും ലൈനിലായിരുന്നു ആരുടെ പോക്ക്? ഇമാം നസായിയുടെ പോക്ക്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് പഠനവും അറിവും ഹിഫ്ളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ദഹബി പറയുന്നത്. സുനൻ നസായി ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ, മുജ്തബ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ഇമാം നസായിക്ക് അവസരം കിട്ടി എന്തിന്? ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും രണ്ടാളുടെയും തരീഖത്ത് തൻ്റെ സുനനിൽ ക്രോഡീകരിക്കാൻ. അതുകൊണ്ട് തന്നെ സുനനു നസായി നമ്മൾ പഠനവിധിയാക്കുമ്പോൾ അധ്യായങ്ങൾക്ക് ടൈറ്റിൽ നൽകിയ വിഷയത്തിൽ, തർജ്ജമകളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ തർജ്ജമകൾ ധാരാളം കാണാൻ സാധിക്കും സുനൻ നസായിൽ. അതിൻ്റെ വിഷയത്തിൽ മതവിധികൾ മനനം ചെയ്യുന്ന വിഷയത്തിൽ ഇമാം ബുഖാരിയുടെ രീതിയാണ് ആര് സ്വീകരിച്ചത്? നസായി സ്വീകരിച്ചത്. ഇമാം ബുഖാരിയുടെ രീതിയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം തർജ്ജമകൾ നൽകിയിട്ടുണ്ട്, ഉപശീർഷകങ്ങൾ. അത് ഇമാം ബുഖാരിയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ കർമ്മശാസ്ത്ര വിധികൾ ഇമാം ബുഖാരി എന്ത് ചെയ്തിട്ടുണ്ട്? സഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ധാരാളമായിട്ട്. അപ്പോൾ ആ ഒരു രീതി ബുഖാരിയിൽ നിന്ന് ഇമാം നസായി കടമെടുത്തു. എന്നാൽ ഇമാം മുസ്ലിമിൻ്റെ ഞാൻ പറഞ്ഞു, മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിന് ആരാ അധ്യായങ്ങൾക്ക് ശീർഷകം നൽകിയത്? സഹീഹുൽ ബുഖാരിയിൽ ഇമാം മുസ്ലിം അല്ല, സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം അല്ല അധ്യായങ്ങൾക്ക് ശീർഷകങ്ങൾ നൽകിയത്. അതാരാ? അതിനെ ശർഹ് ചെയ്തപ്പോൾ ഇമാം നബവിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു രീതി മുസ്ലിമിൽ നിന്ന് ഇമാം നസായി എടുത്തില്ല. ഇമാം മുസ്ലിമിൽ നിന്നെടുത്താൽ എന്താണെന്നറിയോ? ഒരൊറ്റ സിയാക്കിൽ കുറേ ഹദീസുകൾ ഒന്നിച്ചു കൊടുക്കും. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ എന്ത് ചെയ്യും? ഒരിടത്ത് നൽകും. അതാണ് ഇമാം മുസ്ലിമിൻ്റെ പ്രത്യേകത. അത് ഇമാം മുസ്ലിമിൽ നിന്നെടുത്തു. അതുകൊണ്ട് തന്നെ ഒരധ്യായത്തിന് കീഴിൽ ധാരാളം ഹദീസുകൾ ആര് കൊണ്ടുവരും? ഇമാം നസായി കൊണ്ടുവരും. അത് ഇമാം മുസ്ലിമിനെ അനുകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. ഏതായാലും ഇമാം നസായിയുടെ ആ രചന, അതിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. 51 കിതാബുകൾ ഇമാം നസായിയുടെ സുനനിനുണ്ട്. അൽ മുജ്തബക്ക് 5774 ഹദീസുകളാണ് സുനനു നസായിയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇമാം നസായിക്ക് അസുനനുൽ കുബ്ര രചനയുണ്ട്. സുനൽ കുബ്രനെ കുറിച്ച് പറഞ്ഞില്ലേ? അതിൽ നിന്നാണ് സുനനു സുഗ്ര അല്ലെങ്കിൽ മുജ്തബ എടുത്തത്.
അതേപോലെ അദ്വാഫ അൽ മത്രൂക്കുൻ അമലുൽ യൗമി വല്ലൈല തുടങ്ങിയതൊക്കെ ഇമാം നസായിയുടെ രചനകളാണ്. സുനൻ നസായിയെ ഇസ്ലാമിക ലോകം പരിഗണിച്ചത്, സുനൻ നസായിക്ക് ധാരാളം ഷറഹുകൾ അതിനെ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ. അതിൽപ്പെട്ടതാണ് സഹ്റുർ റുബ അലൽ മുജ്തബ ഇമാം സുയൂത്തിയുടേത്, ദഖീറത്തുൽ ഉഖ്ബ ഫി ഷറഹിൽ മുജ്തബ മുഹമ്മദ് ബിൻ അലി ഇബ്നു ആദം അൽ എത്യോപ്യ, അദ്ദേഹം എത്യോപ്യക്കാരനായ ഒരു പണ്ഡിതനാണ്, പിൽക്കാലക്കാരനാണ്. ഇമാം സിന്ധിയുടെ ഹാഷിയ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാദി അസിന്ദി, ഇവിടെ പറഞ്ഞില്ലേ ഫതുഹുൽ വദൂദിൻ്റെ ഓദർ തന്നെ, മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാദി അസിന്ദിയുടെ ഹാഷിയത്തു സിന്ദി അലാ സുനനിൻ നസായി. ഇതേപോലെ ഒരു ഹാഷിയ സുയൂത്തിക്കുണ്ട്, സുനൻ നസായിക്ക് വേറെ ഹാഷിയത്തു സുയൂത്തി എന്ന പേരിൽ. അൽ ഇംആൻ ഫി ഷറഹി മുസന്നഫുൻ നസായി, അത് പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതൻ അബു അബ്ദുറഹ്മാൻ അബുൽ ഹസൻ അലി ബിൻ അബ്ദുള്ള ഇബിൻ നഅമ എന്ന് പറയുന്ന പണ്ഡിതൻ്റേതാണ്. ഇതും ഒരു ബൃഹത്തായ രചനയാണ് സുനൻ നസായിക്കുള്ള ഷറഹിൽ. അതും ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രചനയെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അതാത് കാലങ്ങളിൽ പരിഗണിച്ചാണ്. ഇന്ന് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞു പോയവരെ ഇന്നിപ്പോൾ സുനൻ നസായി ആവട്ടെ, അബൂദാവൂദ് ആവട്ടെ, അതേപോലെ ഇനി തുർമുദി ആകട്ടെ, അതിനൊക്കെ ഷറഹുകൾ വേറെപ്പുണ്ട്. ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ മസ്ജിദുൽ നബവിയിൽ ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ ഉസ്താദ് കൂടിയാണ്. ഹദീസിൻ്റെ വിഷയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല, അബ്ദുൽ മുഹ്സിൻ അൽ ബദർ. അദ്ദേഹത്തിന് ഈ സുനനുകൾക്കൊക്കെ ഷറഹുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ അസീസ് അറാജിഹി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ്. അബ്ദുൽ അസീസ് അറാജിഹി ഇന്നും റിയാദിൽ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ദർസിൽ ഒരിക്കൽ പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലായി, ഇബ്നു ബാസിനോട് എല്ലാത്തിലും ഒരു ഒത്തു നിൽക്കുന്ന പണ്ഡിതനാണ് ആര്? അബ്ദുൽ അസീസ് റാജിഹി റഹ്മത്തുള്ളാഹി അലൈഹി ഹഫിളഹുല്ല. അദ്ദേഹത്തിന് ഇതിന് ഷറഹുണ്ട്. വേറെയും പണ്ഡിതന്മാരുണ്ട് സുനനുൻ നസായിക്ക് ഷറഹ് നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ. മനസ്സിലായോ? ഏതായാലും ഹദീസുകൾ 3-ാം നൂറ്റാണ്ടിൽ ക്രോഡീകരിച്ച രചനകളിൽ ഒന്നാണ് സുനൻ അബീ ദാവൂദ്, മറ്റൊന്ന് സുനൻ അൻ നസായി. കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിക്കപ്പെട്ട മക്തബകളുണ്ട്. അൽ മക്തബത്തു ബാഹിരിയ എന്ന് പറയുന്ന മക്തബയിൽ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ പല മക്തബകളുണ്ട്. ഇത് സുനനുകളുടെയൊക്കെ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടല്ലോ, അത് കൂടുതൽ സൂക്ഷിക്കപ്പെട്ട സ്ഥലം ഇന്ത്യ പോലുള്ള നാടുകളാണ്. ഏതായാലും പല കോപ്പികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കയ്യെഴുത്ത് പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാംമാർ ഇത് ഓതുമ്പോൾ ശിഷ്യന്മാർ എഴുതണതാണ്. അങ്ങനെ ആ ശിഷ്യന്മാർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ നാടുകളിൽ പോയിട്ട് സൂക്ഷിക്കുന്നതാണ്. ഹദീസ് വിജ്ഞാനങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ശ്ലാഘനീയമായ സേവനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെയൊക്കെ ജീവിക്കുന്ന പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ ഹദീസ് വിജ്ഞാനം അസ്തമിക്കുമായിരുന്നു. അതല്ലേ, അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗം മാത്രമായി പരിഗണിക്കേണ്ട ഇന്ത്യ പൊതുവിൽ. ഇനിയിപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗം മാത്രം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവിടെയും നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അല്ലേ ഹദീസ് വിജ്ഞാനങ്ങളെ സംരക്ഷിക്കുകയും അതിന് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്നതിൽ വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, ഈ അബൂദാവൂദിൻ്റെ ഷറഹിൽ ഒക്കെ ഇപ്പോൾ സിന്ധിനെയൊക്കെ ചേർത്തിട്ടാണ്, നിസ്ബ ചെയ്തിട്ടാണ്. അതേപോലെ മുബാറക് ഫൂരി ഒക്കെ അതിലേക്ക് ചേർത്തിട്ടാണ്. അടുത്തത് ഇമാം തുർമുദിയുടെ ജാമിയാണ്. സുനനുകളിൽ ഇമാം തുർമുദിയുടെ ജാമിയാണ്. സുനനുൻ നസായി ആണോ അതല്ല തുർമുദിയാണോ? 6 കിതാബുകൾ എണ്ണുമ്പോൾ 3-ാം സ്ഥാനത്ത് വരേണ്ടത്. ചിലർ അബൂദാവൂദിനേക്കാൾ തുർമുദിയേക്കാൾ സുനൻ നസായിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും അബൂദാവൂദിനാണ് 3-ാം സ്ഥാനം. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, പിന്നെ സുനൻ അബീ ദാവൂദ്, പിന്നെ സുനനുൻ നസായി. പലരും സുനൻ തുർമുദിയാണ് 4ാമത് എണ്ണിയിട്ടുള്ളത്, സുനൻ നസായി 5ാമതായിട്ട് എണ്ണിയിട്ടുള്ളത്. പക്ഷേ സുനൻ നസായിക്ക് അതിൻ്റെ ആ ഒരു സ്ഥാനമുണ്ട്, 4ാമത് പരിഗണിക്കപ്പെടുന്ന സ്ഥാനമുണ്ട്.
ഇമാം തുർമുദിയുടെ രചനയുടെ പേര് സുനനു നസായിയുടെ സുനനു തുർമുദിയുടെ പേര് അൽ ജാമിഉൽ മുഖ്തസർ മിനസ് സുനനി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മഅരിഫത്തു സഹീഹി വൽ മഅലൂലി വ മാ അലൈഹിൽ അമൽ. അതാണ് സുനനു തുർമുദിയുടെ പേര്. സുനനു തുർമുദി അല്ലെങ്കിൽ ജാമിഉൽ തുർമുദി എന്ന പേരിൽ പ്രസിദ്ധമാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേര് ഇതാണ്. ഇമാം തുർമുദി, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ ഈസ ഇബ്നു സൗറ ഇബ്നു മൂസ ഇബ്നു ദഹാഖ് അത്തുർമുദിയാണ്. തുർമുദ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? തുർമുദ് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഇറാൻ്റെ വടക്ക് ഭാഗത്ത് ജയ്ഹൂൻ നദി തീരത്താണ്. ആ നദിയുടെ ആ ഭാഗത്താണ് തിർമുദ് അല്ലെങ്കിൽ തുർമുദ് എന്ന് പറയുന്ന സ്ഥലം. തിർമിദ് അല്ലെങ്കിൽ തുർമുദ് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇമാം തുർമുദി ജീവിച്ചത്. നോക്കി നിങ്ങൾ, ഹദീസ് പണ്ഡിതന്മാരൊക്കെ എവിടുന്ന വരുന്നത്? അതായത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ആ ഭാഗങ്ങളാണ്. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി. ഇനി ഇതാ ഇറാൻ്റെ ഹൃദയഭാഗത്തു നിന്നാണ് ആര്? ഇബ്നു മാജ. ഇമാം തുർമുദി തൻ്റെ ജാമ്യ ക്രോഡീകരിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇൽതസമ ഫിഹി തുർമുദി ബി അല്ല യുഖ്രിജ ഇല്ല ഹദീസൻ അമില ബിഹി ഫഖീഹുൻ ഔ ഇഹ്തജ ബിഹി മുജ്തഹിദ്. ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ കർമ്മത്തിന് സ്വീകരിച്ച ഹദീസ്, അല്ലെങ്കിൽ ഒരു ഗവേഷണപടുവായ പണ്ഡിതൻ തെളിവ് പിടിച്ച ഹദീസ്, ഇത് മാത്രമാണ് ആര് കൊണ്ടുവന്നത്? ഇമാം തുർമുദി സുനനിൽ കൊണ്ടുവന്നത്. ഇമാം തുർമുദിയുടെ പ്രത്യേകത, ഒരു ഫഖീഹ് അമലിനെടുത്ത ഹദീസ്, അല്ലെങ്കിൽ ഒരു ഗവേഷകൻ ഗവേഷണം നടത്താൻ ഉദ്ദേശിച്ച ഹദീസ്, അതാണ് ആര് കൊണ്ടുവന്നത്? ഇമാം തുർമുദി സുനനിൽ കൊണ്ടുവന്നത്. ഫഖീഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതൻ. സഹീഹ് മാത്രം അദ്ദേഹം ചെയ്തില്ല, പരിഗണിച്ചിട്ടില്ല സുനനിൽ, ജാമിഅയിൽ. സഹീഹ് കൊണ്ടുവന്നു, എന്നിട്ട് സഹീഹാണെന്ന് വിരിച്ചു. ഹസനായ ഹദീസ് കൊണ്ടുവന്നു, എന്നിട്ട് അത് വിശദീകരിച്ചു. ഇത് ഹദീസുൻ ഹസൻ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹസൻ, ഇന്ന ഹദീസ് ഹസനാണ് എന്ന ആ ഇത് പ്രസിദ്ധീകരിച്ചത് ആരാ? അത് ഇമാം തുർമുദിയാണ്. ഇമാം തുർമുദി ലോകരെ അതിൽ അത്ഭുതപ്പെടുത്തിയിട്ട് പരിഭ്രമത്തിലാക്കിയിട്ടുണ്ട്. അതായത് ഹദീസ് സഹീഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ഹദീസ് ഹസനാകുന്നു എന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഇമാം തുർമുദി ഹസൻ എന്ന സാങ്കേതിക ശബ്ദം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൽ ഗ്രന്ഥരചനകൾ കാണാൻ സാധിക്കും. ഇന്ന ഹദീസിനെ കുറിച്ച് ഇമാം തുർമുദി ഹസൻ എന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി അതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ചു, അതിൽ രചനകൾ കാണാൻ സാധിക്കും. മുസ്തലഹ് ഹസൻ എന്ന തുർമുദി എന്ന പേരിലൊരു കിതാബ് കാണാം. അതേപോലെ ഇമാം തുർമുദി ഹദീസിൻ്റെ അധ്യായങ്ങൾ താഴെ വഫിൽ ബാബ് എന്ന് കൊടുക്കും. വഫിൽ ബാബ്, എന്നിട്ട് എന്ത് ചെയ്യും? വഫിൽ ബാബ് എന്നിട്ട് റിവായത്തുകൾ കൊടുക്കും. അപ്പോൾ ഈ വഫിൽ ബാബ് കൊണ്ട് എന്താ ഇമാം തുർമുദി ഉദ്ദേശിച്ചത്? അതിൽ രചനകൾ കാണാൻ സാധിക്കും. അതാണ് നുസ്ഹത്തുൽ അൽബാബ് ഫി ഖൗലി തുർമുദി വഫിൽ ബാബ്. വഫിൽ ബാബ് എന്നുള്ളത് കൊണ്ട് ഇമാം തുർമുദി ഉദ്ദേശിച്ചത് എന്ത്? അതാണ് ഈ ഗ്രന്ഥം വിശദീകരിക്കുന്നത്. അത് ഹസൻ ഇബ്നു മുഹമ്മദ് ബിൻ ഹൈദർ അൽ വായിലി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ രചനയാണ്. ഇമാം തുർമുദി വഫിൽ ബാബ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ വിശദീകരണത്തിൽ ഒരു ഗ്രന്ഥം. ആ വിഷയത്തിൽ അൽ ഹാഫിദ് ബിൻ ഹജർ അൽ അസ്കലാനിക്ക് ഒരു കിതാബുണ്ട്, അൽ ബാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബ് ഇമാം ഇബ്നു ഹജറിനുണ്ട്. അതായത് ഇമാം തുർമുദി വഫിൽ ബാബ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കൊടുത്തത്, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യം, അത് വിശദീകരിക്കുന്ന വിഷയത്തിൽ ഇബ്നു ഹജറിന് തന്നെ ഒരു കിതാബ് പറയപ്പെട്ടിട്ടുണ്ട്. ഇമാം തുർമുദി ഹദീസ് കൊടുക്കും. ഹദീസിൻ്റെ വിധി സഹീഹാണോ ദഈഫാണോ ഇത് കൊടുക്കും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ കൊടുക്കും. അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളും, ഹദീസിൽ അഹ്കാമുണ്ടല്ലോ, മതവിധികളെ പ്രതിപാദിക്കുന്ന ഹദീസുകൾ, പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ സുനനിൽ എടുത്തു കൊടുക്കും. അപ്പോൾ സുനൻ തുർമുദിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ജാമിഅ തുർമുദിയുടെ പ്രത്യേകത, ഹദീസുണ്ട്, ഹദീസിൻ്റെ വിധിയുണ്ട്. പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളും വാക്കുകളും അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എന്തുള്ളത്? ജാമിഅ തുർമുദി ക്രോഡീകരിക്കപ്പെട്ടുള്ളത്. ഇമാം തുർമുദി തൻ്റെ
ജാമിഉ തുർമുദിയെ കുറിച്ച് ഇമാം തുർമുദി പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ? മൻ കാന ഫി ബൈതിഹി ഹാദൽ കിതാബ് ഫകഅന്നമാ ഫി ബൈതിഹി നബിയ്യുൻ യതകല്ലം. എന്താ? ആരുടെയെങ്കിലും വീട്ടിൽ ഈ കിതാബ് ഉണ്ടെങ്കിൽ, ഏത് കിതാബ്? ഇമാം തുർമുദി പറയാണ് തൻ്റെ ജാമിഉ തുർമുദി ഉണ്ട് എങ്കിൽ, സുനൻ തുർമുദി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ സംസാരിക്കുന്ന ഒരു നബി ഉള്ളതുപോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ അദ്ദേഹം ക്രോഡീകരിച്ച് അദ്ദേഹം അത് ഉറപ്പ് വരുത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം അത് പുറത്തേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ്, ഇതിനു മുമ്പ്, ഈ വരിൻ്റെ മുമ്പ് കാണാം, ഞാൻ ഈ കിതാബ് രചിച്ചു, എന്നിട്ട് ഞാൻ ഇറാഖിലെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു, അവരെല്ലാവരും ഇത് സമ്മതിച്ചു, സഹിയാണെന്ന് സമ്മതിച്ചു. പിന്നെ ഞാൻ ഹിജാസിലേക്ക് പോയി, ഹിജാസിലെ പണ്ഡിതന്മാരുടെ മുമ്പിലൊക്കെയും ഇത് അവതരിപ്പിച്ചു, അവരെല്ലാവരും ഇത് സമ്മതിച്ചു, എന്നിട്ടാണ് ഞാനിത് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സുനൻ ആരുടെ വീട്ടിലുണ്ട് ആ വീട്ടിൽ സംസാരിക്കുന്ന ഒരു നബി ഉള്ളത് പോലെയാണ് എന്ന് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയണ്ടായി. 3956 ഹദീസുകളാണ് ജാമിഉ തുർമുദി അല്ലെങ്കിൽ സുനനു തുർമുദിയിൽ ഉള്ളത്. സുനനു തുർമുദിക്കും ഇതേപോലെ ധാരാളം ഷറഹുകളുണ്ട്. ആരിദത്തുൽ അഹ്വദി ഷറഹ് സുനനു തുർമുദി ഇമാം അബൂബക്കർ ഇബ്നുൽ അറബിയുടേതാണത്. അതേപോലെ അന്നഫുഷദി ഷറഹ് സുനനു തുർമുദി, അത് ഇബ്നു സയ്യിദിൻ നാസ് അൽ യാമുരിയുടേതാണ്. പിന്നെ തുഹ്ഫത്തുൽ അഹ്വദി ഷറഹ് ജാമിഉ തുർമുദി, ഇന്ത്യൻ പണ്ഡിതനാണ് അദ്ദേഹം, അബുൽ ആല മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരിയുടെ തുഹ്ഫത്തുൽ അഹ്വദി പ്രസിദ്ധമായ ഷറഹാണ്. പിന്നെ മആരിഫ് സുനൻ ഷറഹ് ജാമിഉ തുർമുദി, ഖൂത്തുൽ മുഖ്തദി അല ജാമിഉ തുർമുദി, എനിക്ക് തോന്നുന്നത് ഇത് സുയൂത്തിയുടേതാണ്. ഏതായാലും ഇമാം സുയൂത്തിക്ക് തുർമുദിക്ക് ഒരു ഷറഹുണ്ട്. എൻ്റെ പേര് ഇത് ഞാൻ ഒന്ന് ഉറപ്പ് വരുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല, ഖൂത്തുൽ മുഖ്തദി എന്നുള്ളത്. ഏതായാലും ഇമാം സുയൂത്തിയുടെ ഷറഹ് പ്രസിദ്ധമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും ഇമാം തുർമുദിയുടെ സുനനിന് ഷറഹ് ചെയ്ത പണ്ഡിതന്മാരാണ് ഞാൻ പറഞ്ഞത്. അബ്ദുൽ അസീസ് റാജിഹിയെ പോലുള്ള, അതേപോലെ അബ്ദുൽ മുഹ്സിൻ അൽ ബദറിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ, മുഹമ്മദ് മുഖ്താർ ഷൻഖീത്തി, അദ്ദേഹത്തിനും അത് തുർമുദിക്ക് ഷറഹുണ്ട്. ഇതാണ് മൂന്നാമത്തെ സുനൻ ഇമാം അത്തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി. കുറേ ചരിത്രങ്ങളും കുറേ വിഷയങ്ങളാണ് ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ അതിന് നമ്മൾ ഒരു പെട്ടെന്നുള്ള വായനയാണ് ഈ സുന്നകളെക്കുറിച്ച് ഈ ആഴ്ചയിൽ നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കുറേ വിഷയങ്ങൾ, ചരിത്രങ്ങൾ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇനി ആരുടേതാണ് അവസാനത്തെ സുനൻ? ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ യസീദ് ഇബ്നു മാജ, അദ്ദേഹം റബീയാണ് എന്ന് പറഞ്ഞാൽ ബനു റബീഅ ഗോത്രത്തിലേക്ക് അവരുടെ മൗലയായി പിടിച്ച മൗലമാരിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റബീ എന്ന് പറയുന്നത്. അദ്ദേഹം ഖസ്വീനിയാണ്. ഇവിടെ ഈ ഖസ്വീൻ ഇന്നത്തെ ഇറാനിലെ തെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന, തെഹ്റാൻ്റെ വടക്ക് ഭാഗത്തൊക്കെ ആയിട്ട് വരും, സ്ഥിതി ചെയ്യുന്ന അറിയപ്പെട്ട സ്ഥലമാണ് ഖസ്വീൻ. അബ്ദുൽ കരീം അൽ ഖസ്വീൻ. ആരാ അബ്ദുൽ കരീം അൽ ഖസ്വീനി? ഇമാം റാഫി ഷാഫി മദ്ഹബിൽ ഇമാം നവവിയെ പോലെ മറ്റൊരു നവവിയാണ് ആര്? റാഫി ആരാണ്? ഖസ്വീനിയാണ്. മുസ്ലിം ലോകത്തിന് കുറേ പണ്ഡിതരെ ശ്രേഷ്ഠരെ സമ്മാനിച്ച നാടാണ് ആര്? ഖസ്വീൻ. ആ നാട്ടുകാരനാണ് അത് പേർഷ്യൻ ഭാഷയിൽ കശ്വീൻ എന്നാ പറയാ സ്ഥലത്തിന്. മുഹമ്മദ് ബിൻ യസീദ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി 207 ജനിച്ചു, 273 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സുനൻ പ്രസിദ്ധമായ സുനനാണ്. ഈ സുനൻ ഉണ്ടല്ലേ, അബുൽ ഫضൽ മുഹമ്മദ് ബിൻ താഹിർ എന്ന് പറയുന്ന പണ്ഡിതൻ, അബുൽ ഫضൽ മുഹമ്മദ് ബിൻ താഹിർ, അദ്ദേഹം 507 ജീവിച്ചത്. മരിച്ചത് 507. അപ്പം 507 മരിച്ച ഈ അബുൽ ഫضൽ മുഹമ്മദ് ബിൻ താഹിറാണ് ആദ്യമായി സുനൻ ഇബ്നു മാജയെ എവിടെ കൊണ്ടുവന്നത്? കുത്തുബ് സിത്തയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ അബീ ദാവൂദ്, സുനൻ തുർമുദി, സുനൻ നസായി അല്ലേ,
ഈ 5 എണ്ണമായിരുന്നു. 6ാം സ്ഥാനത്തുണ്ടായിരുന്നത് മുവത്തയാണ്, കുത്തുബ് സിത്തയിൽ മുവത്ത, ആ ഒരു പരിഗണനയിലായിരുന്നു. പക്ഷേ അബുൽ ഫളൽ മുഹമ്മദ് ഇബ്നു ത്വാഹിർ റഹ്മത്തുള്ളാഹി അലൈഹി 507 ജീവിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്, സുനനുൻ നസായിയെ കുത്തുബ് സിത്തയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ അതിൽ ഇപ്പുറം ഇസ്ലാമിക ലോക പണ്ഡിതന്മാർ കുത്തുബു സിത്തയിൽ ഈ 6 കിതാബുകളിൽ 6ാമത്തേത് ആരെ പരിഗണിച്ചു? സുനൻ ഇബ്നു മാജയെ പരിഗണിച്ചു. ഹുവ കിതാബു മുഫീദുൻ ഖവിയ്യു തബ്വീബ് ഫിൽ ഫിഖ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, സുനൻ ഇബ്നു മാജ എന്ന് പറഞ്ഞാൽ കിതാബുൻ മുഫീദുൻ, ഉപകാരപ്രദമായ കിതാബാണ്. ഖവിയ്യു തബ്വീബ് ഫിൽ ഫിഖ്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അധ്യായങ്ങൾ നൽകുന്ന ഉണ്ടല്ലോ, അതിൽ കവി ശക്തമായ രചനയാണ്. സുനൻ ഇബ്നു മാജൻ്റെ പ്രത്യേകത ഞാൻ എഴുതിയില്ല, ബുഖാരി മുസ്ലിമൊക്കെ ഉണ്ടല്ലോ, ആദ്യം അഖീദപരമായ വിഷയങ്ങൾ അവരുടെ സഹീകൾ കൈകാര്യം ചെയ്തത്. അഖീദ, മുസ്ലിമും അങ്ങനെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു ആമുഖത്തിലാണ് അവരുടെ സഹീകൾ തുടങ്ങുന്നത്. സുനൻ അബീ ദാവൂദും സുനൻ തുർമുദിയും സുനൻ നസായിയും അങ്ങനെയല്ല, അവരെന്താ കിതാബ് ത്വഹാറയിൽ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിലാണ് അവരുടെ രചന തുടങ്ങിയത്. മനസ്സിലായോ? ഇമാം ഇബ്നു മാജ ഈ സുനനുകളിൽ നിന്ന് വേറിട്ട് സഹീഹുകളെ അനുകരിച്ചിട്ടാണ് തൻ്റെ സുനൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിബാഉ സുന്നയുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായി ബന്ധപ്പെട്ടതായ ഒരു തുടക്കമാണ് ആർക്കുള്ളത്? സുനന് ഇബ്നു മാജക്കുള്ളത്. ഏതുപോലെ? സഹീഹുൽ ബുഖാരി പോലെ, സഹീഹ് മുസ്ലിമിനെ പോലെ. അസുനൻ ജാമിഉൻ ജയ്യിദുൻ കസീറുൽ അബ്വാബ് വൽ ഗറായിബ്, അത് ഇബ്നു ഹജറിൻ്റെ താഴേക്കാണ്, അനുബന്ധമാണ് എന്നാണ്. സുനൻ ഇബ്നു മാജ എന്ന് പറഞ്ഞാൽ ജാമിഉൻ ജയ്യിദ്, നല്ല ഒരു ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥമാണ്. കസീറുൽ അബ്വാബ്, ധാരാളം അധ്യായങ്ങൾ കൊടുത്തിട്ടുള്ള രചന. പക്ഷേ വൽ ഗറായിബ്, അതിൽ കുറേ ഗറായിബുകളുണ്ട് എന്നുള്ളതാണ്. ഗറായിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനൻ ഇബ്നു മാജയിൽ മൗദൂആയ ഹദീസുകൾ ചിലതുണ്ട്, മൗദൂആയ ഹദീസുകളുണ്ട് ചിലർ. അതാണ് സുനൻ ഇബ്നു മാജയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ജമാലുദ്ദീൻ അൽ ഖാസിമി പറയാണ്, ഖാൻ ഇബ്നു മാജ ഹാഫിളൻ സദൂഖൻ വാസിഉൽ ഇൽം. ഇബ്നു മാജ ഹാഫിളാണ്, സദൂഖാണ്, വിശ്വസ്തനാണ്, വാസിഉൽ ഇൽം, വിശാലമായ അറിവുള്ള ആളാണ്. വ ഇന്നമ അദ്ദ മിൻ റുത്ബത്തി സുനനിഹി മാ ഫിൽ കിതാബി മിനൽ മനാകീരി വ ഖലീൽ മിനൽ മൗദൂആത്ത്. സുനൻ ഇബ്നു മാജയുടെ ദറജ കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അതിൽ ചില മുൻകറായ റിപ്പോർട്ടുകളുണ്ട്, ഖലീൽ മിനൽ മൗദൂആത്ത്, എന്താ ചില മൗദൂആയ ഹദീസുകളുണ്ട്. മൗദൂആയ ഹദീസുകളും മുൻകറായ ഹദീസുകളും അതിൽ സ്ഥാനം പിടിച്ചതോടുകൂടി അതിൻ്റെ ദറജ കുറഞ്ഞു പോയി. അതില്ല എങ്കിൽ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ബൃഹത്തായ ഹാഫിളായ സദൂഖായ വിശാലജ്ഞാനമുള്ള പണ്ഡിതനാണ് എന്ന് ജമാലുദ്ദീൻ ഖാസിമി ഇതിനെക്കുറിച്ച് പറയും. മനസ്സിലായി? ശരിയാണ്, ഇബ്നു മാജയിൽ എന്തുണ്ട്? ചില ഹദീസുകൾ മൗദൂആയ ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ജൗസിയുടെ മൗദൂആത്തിൽ ഇബ്നു മാജയിൽ നിന്നുള്ള മൗദൂആയ ഹദീസുകളെ വേറിട്ട് തന്നെ അത് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട 4341 ഹദീസുകളാണ് സുനൻ ഇബ്നു മാജയിൽ. അതിൽ 3002 ഹദീസുകൾ കുത്തുബുൽ ഖംസ എന്ന് പറഞ്ഞാൽ ഏതാ? സഹീഹ് ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി അവർ കൊണ്ടുവന്ന ഹദീസുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇബ്നു മാജയിൽ വന്നിട്ടുള്ളത്. 1339 ഹദീസാണ് 5 കിതാബുകളിൽ ഉള്ളതിലേറുള്ളത്. അതിൽ 428 ഹദീസ് സഹീഹായ സനദോട് കൂടിയാണ്. 613 ഹദീസ് വഈഫും 99 ഹദീസുകൾ സുനൻ ഇബ്നു മാജയിൽ വന്നത് മൗദൂ അല്ല, മൗദൂ മാത്രമല്ല, മുൻകർ, അതേപോലെ പറ്റ ദുർബലമായത് എന്ന അർത്ഥത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. സുനൻ ഇബ്നു മാജയിൽ കൂടുതൽ ചില മറ്റു കുത്തുബുകളെ അപേക്ഷിച്ച് ദുർബലമായ ഹദീസുകൾ കൂടുതലാണ്. പിന്നെ മൗദൂആയ ഹദീസുകളും അതിലിടം നേടിയിട്ടുണ്ട്. പൂർണ്ണത അള്ളാഹുവിന് മാത്രമാണ്. എങ്കിലും ആ മഹത്തുക്കൾ എന്ത് ചെയ്തു? അവരുടെ സമയങ്ങളും അവരുടെ ആരോഗ്യവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ സംരക്ഷിക്കുന്ന മാർഗേണ അവർ ചിലവഴിച്ചിട്ട് എന്ത് ചെയ്തു? അതിനെ ക്രോഡീകരിച്ചു. പക്ഷേ അവരവരുടെ അമാനത്ത് നിർവഹിച്ചു. എന്താ ചെയ്തത്? ഹദീസിൻ്റെ മത്തിന് മാത്രം കൊടുക്കല്ല ചെയ്തത്, സനദും കൊടുത്തിട്ട്. എന്തിന്? സനദ് കൊടുത്താൽ ഉത്തരവാദിത്തം തീർന്നു. കാരണം എന്താ? ആ സനദ് നോക്കിയിട്ട് പിൽക്കാലക്കാർക്ക് വിധിക്കാം ഈ ഹദീസ് സഹീഹാണോ അതെല്ലാം ദഈഫാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിധിച്ചു ഇബ്നു മാജ നൽകിയതിൽ കൂടുതലും സഹീഹായതാണ്. കണ്ടില്ലേ? അതിൽ ദുർബലമായതുണ്ട്, ചിലത് ഈ സ്വഭാവത്തിലുള്ളതുണ്ട് വിധിക്കാൻ സാധിച്ചു. കുറേ ഷറഹുകളുള്ള ഇതേപോലെ കിതാബാണ് സുനൻ ഇബ്നു മാജ.
അല്ലാമ മുവഫഖുദ്ദീൻ അബു മുഹമ്മദ് അൽ മൗസലിയുടെ ഷറഹ് അതിൽ പ്രസിദ്ധമാണ്. അൽ ഇഅ്ലാം ബി സുന്നത്തിഹി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഹാഫിദ് അലാവുദ്ദീൻ മുഗ്ലാത്തായുടെ ഷറഹ് അതിൽ പ്രസിദ്ധമാണ്. മാ തമസ്സു ഇലൈഹിൽ ഹാജത്തു അലാ സുനൻ ഇബ്നു മാജ, ഇമാം ഇബ്നുൽ മുലഖിൻ്റെ ഷറഹാണ്. അദ്ദീബാജ ഫി ഷറഹി സുനൻ ഇബ്നു മാജ, അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് അബുൽ ബഖ ദമീരിയുടെ ഷറഹാണ്. അദ്ദീബാജ ഫി ഷറഹി സുനൻ ഇബ്നു മാജ. മിസ്ബാഹു സുജാജ ഫി സവായിദ് ഇബ്നു മാജ, ബുസൈരിയുടെ രചനയാണത്. അത് സുനൻ ഇബ്നു മാജയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഗ്രന്ഥത്തിൽ ഈ 4341 ഹദീസിൽ 3002 ഹദീസുകളെ കുറിച്ചുള്ള ഷറഹില്ല. പിന്നെയോ ഇബ്നു മാജയുടെ സിയാദ ഉണ്ടല്ലോ, അതാണ് 1339, അതിൻ്റെ ഷറഹാണത്. അതേപോലെ ഇൻജാഉൽ ഹാജ ലി മുഹമ്മദ് അബ്ദുൽ ഗനി അൽ മുജദ്ദിദി അൽ ഹനഫി. മിസ്ബാഹു സുജാജ അത് തഅലീഖ് അല സുനൻ ഇബ്നു മാജ, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിയുടെ. മശാരിഖുൽ അൻവാറുൽ വഹാജ വ മതാലിഉൽ അസ്റാറുൽ ബഹാജ ഫി ശറഹി സുനൻ ഇബ്നു മാജ, അത് മുഹമ്മദ് ബിൻ അലി ഇബ്നു ആദം, ആധുനിക പണ്ഡിതനാണ്. ഇബ്നു മാജക്കുള്ള സേവനങ്ങളിൽപ്പെട്ടതാണ്, ഇബ്നു മാജയുടെ ഷറഹിൽപ്പെട്ട രചനകളാണ്. ഇത് ഞാൻ എഴുതിയത് എല്ലാവരും ഇത് കാണാതെ പഠിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ഈ ഗ്രന്ഥങ്ങൾക്ക് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ നൽകിയതായ ആ സ്വീകാര്യത, അവർ നൽകിയതായ ആ പരിഗണന, മനസ്സിലായില്ലേ? അതേപോലെ അവരുടെ ആ സേവനത്തിൽ ആ ഹദീസിനെ വിശദീകരിച്ചും അതിനനുബന്ധങ്ങൾ എഴുതിയും അതിന് വിധി നടത്തിയും ഒക്കെ നിർവഹിച്ചതായ അവരുടെ അങ്ങനെ അവർ നൽകിയതായ ആ പണ്ഡിതന്മാരുടെ സേവനത്തിന് നൽകിയ പരിഗണന, സുനനുകൾക്ക് നൽകിയതായ വില, ഇത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനാണ്. മനസ്സിലായോ? ഇതിവിടെ ഞാനൊരു കാര്യം ദുബായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചരിത്രം, കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ. നമുക്ക് കുറേ പാഠങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ പാഠങ്ങളാകാൻ വേണ്ടിയിട്ടുള്ളതായ കുറേ ഇതുണ്ട് ഈ മഹത്തുക്കളുടെയൊക്കെ ചരിത്രത്തിൽ. ഇമാം തുർമുദി, നമുക്കറിയാം, മുഹമ്മദ് ബിൻ ഈസ ഇബ്നു സൗറ തുർമുദി, എത്ര വലിയ പണ്ഡിതനാണ്. ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി ഈ മുഹമ്മദ് ബിൻ ഈസ തുർമുദിയെക്കുറിച്ച് പറഞ്ഞത് മജ്ഹൂലാണെന്നാണ്. മജ്ഹൂൽ. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചോ, അബു ഹസം ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശാലമായ പണ്ഡിത്യമുള്ള മഹാനാണ്, അതിൽ ഇഷ്കാലമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വൈജ്ഞാനിക വിശാലതയാണ് അറിയിക്കുന്നത്. പക്ഷേ ഏതൊരു പണ്ഡിതനും അദ്ദേഹം പ്രവാചകനൊന്നുമല്ല, മലക്കുമല്ല, പണ്ഡിതനാണ്, മനുഷ്യനാണ്, വീഴ്ചകൾ വന്നേക്കാം. ഇബ്നു ഹസം അബ്ബാഹിരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില അദ്ദേഹത്തിൻ്റെ ഒരു പിഴവിൽപ്പെട്ടതാണ്. അദ്ദേഹം എന്ത് ചെയ്യും, ചിലരെ കുറിച്ചിട്ട് അദ്ദേഹം മജ്ഹൂൽ എന്ന് വിധിക്കും പെട്ടെന്ന്. അതിൽ പെട്ടതാണ് ഇമാം തുർമുദി മജ്ഹൂലാണെന്ന് പറഞ്ഞത്. അദ്ദേഹം മജ്ഹൂലാണെന്ന് പറഞ്ഞാൽ ചില സഹാബികൾ വരെ കാണാൻ സാധിക്കും. യാല ഇബ്നു മുറയെ കുറിച്ചിട്ട് മജ്ഹൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഇമാം ഇബ്നു ഹസമിൻ്റെ വില നമ്മൾ കുറച്ച് മനസ്സിലാക്കാനുള്ള, അദ്ദേഹം ഒരിക്കലും വില കുറക്കാൻ കഴിയാത്ത വിധം ആദരണീയനായ വൈജ്ഞാനികമായി മികവുള്ള വലിയ പണ്ഡിതനാണ്, അതിൽ ഇഷ്കാലില്ല. പക്ഷേ ഇമാം തുർമുദിക്കുള്ള ഈ ഒരു വിഷയം ആളുകൾ മനസ്സിലാക്കാതിരുന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ല യകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ് എന്ന ഹദീസ് കൊടുത്തു. ല യകൂനന്ന ഫി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും, അഖ്വാമുൻ ഒരു വിഭാഗം ആളുകൾ, യസ്തഹില്ലൂൻ അവർ അനുവദനീയമായി കാണും, അൽ ഖംറ വൽ അൽ ഹർ യസ്തഹില്ലൂൻ അൽ ഹിറ വൽ ഹരീർ വ്യഭിചാരം, അതേപോലെ ഹരീർ പട്ടുവസ്ത്രം, വൽ ഖംർ മദ്യം, വൽ മആസിഫ് എന്ന് പറഞ്ഞാൽ സംഗീതോപകരണങ്ങൾ. അപ്പോൾ സംഗീതോപകരണങ്ങളെയും മദ്യത്തെയും വ്യഭിചാരത്തെയും പട്ടിനെയും അനുവദനീയമായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തികളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ മുഅല്ലഖായിട്ട് നൽകിയിട്ട്, തഅലീഖായിട്ട് നൽകിയിട്ടുണ്ട്. ആ അതിൽ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന് അദ്ദേഹം സ്വീകരിച്ചില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ നിരൂപണങ്ങളിൽ ഒന്ന് കണ്ണി മുറിഞ്ഞു എന്നുള്ളതാണ്. ശരിക്ക് ഇബ്നു ഹജർ റഹിമഹുല്ല അദ്ദേഹത്തിന്, ഞാൻ ഇവിടെ സഹീഹുൽ ബുഖാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഅല്ലഖാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇബ്നു ഹജറിൻ്റെ കിതാബുണ്ട് തഗ്ലീഖു തഅലീഖ്. ആ തഗ്ലീഖു തഅലീഖ് എന്ന് പറയുന്ന ഇബ്നു ഹജറിൻ്റെ കിതാബിൽ ആ ഹദീസിനെ പ്രത്യേകം എടുത്തിട്ട് ഇബ്നു ഹജർ മറുപടി എടുത്തിട്ടുണ്ട്. അല്ലേ, ഈ ഹദീസിന് ഒരു സനദല്ല കണ്ണി മുറിഞ്ഞു എന്ന് വിധിക്കാൻ. പിന്നെ ഇതിന് 9 തരീഖുകൾ വേറെ ഉണ്ട്.
അത് ആ 9 തരീഖുകൾ ആര് കൊടുക്കുന്നുണ്ട്? പ്രബലരായ റാവിമാരെ ഉദ്ധരിച്ചിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇബ്നു ഹസമിനെ മുഖവിലൊക്കെ എടുത്തിട്ടാണ് ആളുകൾ പറയാറുള്ളത് ഈ ഹദീസ് എന്താണ്, ഇബ്നു ഹസം പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഒരു ഹദീസും തെളിവായിട്ട് സഹിയായി വന്നിട്ടില്ല, ബുഖാരിയുടെ തന്നെ റിപ്പോർട്ടിനെ ഇബ്നു ഹസം ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇബ്നു ഹസം പറഞ്ഞ മറ്റൊന്നാണ് മജ്ഹൂൽ, റാവി മജ്ഹൂലാണ് എന്നുള്ളത്. അത് സഹാബിനെ കുറിച്ചുമാണ്. അബൂ മാലിക്കിൻ അൽ അശ്അരിയാണോ അതല്ല അബൂ മൂസൽ അശ്അരിയാണോ റിപ്പോർട്ടർ എന്നുള്ളതാണ് സഹാബി. അവിടെ ഇമാം ബുഖാരി തന്നെ പറഞ്ഞത് അബൂ മൂസൽ അശ്അരിയാണ് ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ എന്ന്. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലല്ല പറഞ്ഞത്, താരീഖുൽ കബീറിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ തന്നെ സ്ഥിരീകരണമുണ്ട് റാവി അബൂ മൂസൽ അശ്അരിയാണ് എന്നുള്ളത്. പിന്നെ ഇബ്നു ഹസം ഒരു റാവിനെ കുറിച്ച് മജ്ഹൂലാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇബ്നു ഹസമിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് മനസ്സിലാക്കണം. മനസ്സിലായി? ഇബ്നു ഹസം പലരെ കുറിച്ച് മജ്ഹൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മജ്ഹൂലായവരൊന്നും മജ്ഹൂലല്ല, മാറൂഫാണ്. പക്ഷേ ഇബ്നു ഹസമിൻ്റെ ഈ ഒരു രചനയിലുള്ള പ്രത്യേകത മനസ്സിലാക്കാതെയാണ് പലരും എന്ത് ചെയ്യണത്, പലരും ഈ ഹദീസുകളെ കൊള്ളുകയും തള്ളുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇബ്നു ഹസമിൻ്റെ കേവലം ചില അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് അത് ഇവിടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കണം. ഈ തുർമുദിയെക്കുറിച്ച് ഇബ്നു ഹസം പറഞ്ഞത് എന്താണ്, മജ്ഹൂലാണെന്നാണ്. ഇമാം തുർമുദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു കിതാബ് മാത്രമല്ല, ഇമാം തുർമുദിക്ക് അൽ ഇലൽ എന്ന് പറഞ്ഞിട്ടൊരു ബൃഹത്തായ രചന ഉണ്ട്. ഇലൽ എന്ന് പറഞ്ഞിട്ട് തുർമുദിയിൽ തന്നെ ഒരു അധ്യായം വേറെ ഉണ്ട്, അത് വേറെ വിഷയം. ഇമാം തുർമുദിക്ക് ഷമായിലുൽ മുഹമ്മദിയല്ലേ, ഇമാം തുർമുദിയുടെ ഷമായിലുൽ മുഹമ്മദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരത്തെ വിശദീകരിക്കുന്ന വിഷയത്തിൽ, സ്വഭാവങ്ങളെ വിശദീകരിക്കുന്ന വിഷയത്തിൽ വലിയ മഹത്തായ രചനയാണ്. അപ്പോൾ ഇമാം തുർമുദി അദ്ദേഹത്തിന് ഇലലുണ്ട്, അദ്ദേഹത്തിന് ഷമായിലുൽ മുഹമ്മദി ഉണ്ട്, അദ്ദേഹത്തിന് സുനനുണ്ട്, ജാമിഉ തുർമുദി. ഇങ്ങനെ രചനകളുള്ള പ്രസിദ്ധനായ പണ്ഡിതനാണ്. പക്ഷേ ഇബ്നു ഹസമിൻ്റെ വിധി എന്താ, മജ്ഹൂൽ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അനുബന്ധമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ഉണർത്തി എന്ന് മാത്രം. ഇബ്നു ഹസമിൻ്റെ ആ ഒരു വിധിയിൽ നമ്മളൊരു ഹദീസിനെ തള്ളുന്നത് എപ്പോഴും എന്ത് ചെയ്യണം, അറിവുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരറിവുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി സംഗീതത്തെ അനുവദിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും പ്രസംഗിച്ചപ്പോൾ ഇബ്നു ഹസം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, മൂപ്പര് ഇമാം ബുഖാരിയുടെ ഹദീസിനെ എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ദുർബലമെന്ന് വിധിക്കണത്. മനസ്സിലായി? അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്തില്ല, ഇബ്നു ഹസമിൻ്റെ ഈ പ്രത്യേകത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇബ്നു ഹസം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ഇബ്നു ഹസം സഹാബി എന്ന് വിചാരിക്കും. അദ്ദേഹം 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അലാ കുല്ലി നമ്മളിപ്പോൾ സുനനുകളെക്കുറിച്ച് പറഞ്ഞു. ചുരുക്കിയിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു അവതരണമാണ് ഇവിടെ നടത്തിയത്. ഇൻഷാ അല്ലാഹ് നമ്മളിനി അടുത്ത ആഴ്ച മുതൽ നമ്മളുടെ തുടർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്ത് ദുഖാനാണ് വിശദീകരിക്കുക. സൂറത്ത് ദുഖാൻ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ 4-ാം നൂറ്റാണ്ട് മുതലുള്ള ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.